നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ. ജനപ്രിയ നായകൻ എന്ന വിശേഷണം ദിലീപിന്റെ ഓരോ സിനിമയ്ക്കും ഇപ്പോഴും ഉപയോഗിച്ചു വരുന്നുണ്ട്. എന്നാൽ തന്റെ സിനിമകൾ നിരന്തരം ബോക്സ് ഓഫീസിൽ പരാജയമാകുന്നതിനെക്കുറിച്ച് പവി കെയർടേക്കർ എന്ന സിനിമയുടെ പ്രൊമോഷണൽ പരിപാടിയിൽ അദ്ദേഹം തന്നെ പരിഭവം പറഞ്ഞു. ജനപ്രിയ നായകന്റെ കണ്ണു നിറഞ്ഞെങ്കിലും തിയേറ്ററുകളിൽ കാണികൾ നിറഞ്ഞില്ല. അങ്ങനെ 2017-ൽ പുറത്തിറങ്ങിയ രാമലീലയ്ക്ക് ശേഷം ഒരു സൂപ്പർ ഹിറ്റിനു വേണ്ടി ജനപ്രിയ നായകന്റെ കാത്തിരിപ്പ് തുടരുകയാണ്. തിയേറ്ററിൽ ഹിറ്റാകുന്ന സിനിമകൾ OTT റിലീസിന് ശേഷം വിമർശിക്കപ്പെടുന്നതും അതുപോലെ തിയേറ്റർ ഫ്ലോപ്പുകൾ OTT ഹിറ്റുകളാകുന്നതുമെല്ലാം സമീപകാലത്ത് മലയാള സിനിമയിൽ കണ്ടുവരുന്ന ട്രെൻഡുകളാണ്. എന്നാൽ ഇങ്ങനെയൊരു അവസരവും തത്കാലം ദിലീപിന്റെ സിനിമകൾക്കു ലഭിക്കുന്നില്ല എന്നതാണ് വസ്തുത. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത വോയിസ് ഓഫ് സത്യനാഥൻ ആണ് അവസാനമായി OTTയിൽ വന്ന ദിലീപ് ചിത്രം. അതിനുശേഷം 3 സിനിമകൾ ദിലീപിന്റേതായി തിയേറ്ററുകളിലെത്തി. മാന്ദ്ര, തങ്കമണി, പവി കെയർടേക്കർ. ഈ 3ഉം ഇനിയും OTT പ്ലാറ്റ്ഫോമുകളിൽ എത്തിയിട്ടില്ല. കോവിഡ് ലോക്ക്ഡൌൺ കാലഘട്ടം OTT റിലീസുകളുടെ ചാകരയായിരുന്നെങ്കിൽ കോവിഡ് അനന്തര കാലഘട്ടത്തിലെ OTT പ്ലാറ്റ്ഫോമുകളുടെ നയം വ്യത്യസ്തമാണ്. താരസാന്നിധ്യം മാത്രം നോക്കിയല്ല ഇപ്പോൾ OTTയിലേക്ക് സിനിമകൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്. തിയേറ്റർ റിപ്പോർട്ടും പ്രേക്ഷകർ സ്വീകരിക്കാനുള്ള സാധ്യതയുമെല്ലാം ഇക്കൂട്ടത്തിൽ പ്രധാന ഘടകങ്ങളായി പരിഗണിക്കപ്പെടുന്നുണ്ട്. ഒപ്പം നിർമ്മാതാക്കൾക്ക് OTT വഴി ലഭിക്കുന്ന വരുമാനത്തിന്റെ പങ്കിൽ കുറവും വന്നിട്ടുണ്ട്. പവി കെയർടേക്കർ OTT റിലീസ് ഉണ്ടാകുമെന്ന് നേരത്തെ സൂചനകൾ ലഭിച്ചിരുന്നെങ്കിലും ചിത്രം തിയേറ്ററുകളിൽ നിന്ന് പോയ ശേഷവും അതേക്കുറിച്ച് പുതിയ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. പ്ലാറ്റ്ഫോമോ റിലീസ് തീയതിയോ ഇനിയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഭാന്ദ്രയുടെയും തങ്കമണിയുടെയും അവസ്ഥ തന്നെയാണ് പവി കെയർടേക്കറെയും കാത്തിരിക്കുന്നതെന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ.